ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ്. എല്ലാ പ്രവാസികളും കാത്തിരിക്കുന്ന ഒരു ദിവസം, വർഷത്തിലൊരിക്കലെ വെക്കേഷൻ. ഞാൻ ഈ വെക്കേഷൻ ഈദ് ഹോളിഡേയ്സിൻ്റെ കൂടെ ക്ലബ്ബ് ചെയ്തിട്ടാണ് ഇന്ത്യക്ക് പോണത്. ഈ വെക്കേഷൻ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു കംപ്ലീറ്റ്ലി സ്വിച്ച് ഓഫ്. എനിക്കറിയാം ദാറ്റ് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫിൽ മൊബൈൽ ഫോൺ യൂസേജ് വളരെയധികം കൂടിയിട്ടുണ്ട്. എസ്പെഷ്യലി പ്രൊഫഷണൽ ലൈഫിൽ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഹാവ് കംപ്ലീറ്റ്ലി അക്സെപ്റ്റഡ് ദറ്റ് ഫാക്ട്. സോ ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ചാൻസ് പേ ഡാൻസ് മാറോ എന്ന് പറയില്ലേ. സോ ഐ തോട്ട് ഈ വെക്കേഷനിൽ എന്തായാലും നത്തിങ് ഇമ്പോർട്ടൻറ്റ് ഈസ് ഗോയിങ് ടു കം അപ്പ്. സോ ഐ സ്വിച്ച് ഓഫ്, ഐ വിൽ ബി ഓഫ് ഗ്രിഡ്. ആൻഡ് ക്വൈറ്റ് ഓണസ്റ്റ്ലി എൻ്റെ ഈ ഒരു UAE ഒറ്റയ്ക്കുള്ള ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു വലിയ ലെസനാണ് ദാറ്റ് പേരൻസ്, ഫ്രണ്ട്സ് അവരോടൊക്കെ ആയിട്ടുള്ളൊരു പേഴ്സണൽ സമയം, ഫേസ് ടു ഫേസ് ആയിട്ടുള്ളൊരു റിയൽ സമയം വളരെയധികം വാല്യുബിൾ ആണ് എന്നെനിക്ക് പഠിച്ചെടുക്കാൻ പറ്റി. റീസെൻ്റ്ലി ആണ് എൻ്റെയും വിശാലിൻ്റെയും പേരൻസ് അബുദാബി വന്നിട്ടുണ്ടായിരുന്നു. സോ മോസ്റ്റ് ഓഫ് ദ ഷോപ്പിംഗ് വാസ് ഡൺ ആൻഡ് ഞാൻ ഒറ്റയ്ക്കാണ് പോണത്. സോ ഐ തോട്ട് ഐ വിൽ കീപ് മൈ ലഗേജ് ലൈറ്റ് വെയ്റ്റ്. ഇങ്ങനെ ചെറിയ ചെറിയ പാക്കിംഗ് ക്യൂബ്സിൽ ക്ലോത്ത്സ് കൊണ്ടുപോകുമ്പോൾ നോട്ട് ഓൺലി പാക്കിംഗ് ഈസി ആവും, പക്ഷെ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് ഡയറക്റ്റ് ആസ് ഇറ്റ് ഈസ് നമ്മൾ കബേർഡിൽ വെക്കാൻ പറ്റും. സോ നമ്മൾ അവിടെ ചെന്നിട്ട് ലൈക്ക് പേരൻസിൻ്റെ അല്ലെങ്കിൽ സിബ്ലിങ്സിൻ്റെ ക്ലോത്ത്സ് ഒക്കെ ആയിട്ട് മിക്സപ്പ് ആവില്ല. സോ ദിസ് ഇസ് സംതിങ് വിച്ച് ഐ ഹാവ് ബീൻ ഡൂയിങ് ഐ തിങ്ക് ഫോർ ദ പാസ്റ്റ് 4-5 years. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ചേഞ്ചിങ് മൈ വാലറ്റ്. ഇവിടുത്തെ UAE കറൻസി, UAE കാർഡ്സ് എല്ലാം ഒക്കെ മാറ്റിയിട്ട് ഇന്ത്യയിലെ ക്യാഷും ഇന്ത്യയിലെ ആധാർ കാർഡും പാൻ കാർഡും ഇതൊക്കെ വെക്കുകയാണ്. ഉച്ചയായപ്പോൾ തന്നെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഐ എം പുട്ടിങ് അപ്പ് സം നെയിൽ പോളിഷ്. നിങ്ങളൊരു ഗ്രേ കളർ കാണുമ്പോൾ എന്താ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത്? എനിക്ക് ചെറുപ്പം തൊട്ടിട്ട് ഗ്രേ കളർ എന്ന് പറയുന്ന സംഭവം ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തന്നെ വരുന്നത് അവിടെ ഇല്ലാത്തയും ഇവിടെ ഇല്ലാത്തൊരു കളർ പോലെ, മിക്സ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എനിക്ക് ലൈഫിലും ഇൻ ജനറൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇഷ്ടമല്ല കേട്ടോ. ഒരു ഹെൽപ്ലെസ്നെസ് അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് ഫീലിംഗ് ആയിട്ടുള്ള ജീവിക്കുക, അതെനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഇഷ്ടമല്ല. സോ ദിസ് കളർ റിമൈൻഡ്സ് മീ ഓഫ് ദാറ്റ്. ബട്ട് ലെറ്റ് മീ ടെൽ യു നൗ, ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ആ മച്യൂരിറ്റി എന്ന് പറയുന്ന സാധനം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ദാറ്റ് ലൈഫ് ഈസ് നോട്ട് black and white. Life is a million shades of grey. അല്ലേ? ഞാൻ എന്താ എൻ്റെ സ്കിൻ കെയർ എല്ലാം പാക്ക് ചെയ്യാണ്. ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് പൗച്ചിലാണ് ഞാൻ സ്കിൻ കെയർ പാക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് ഇൻ കേസ് എന്തെങ്കിലും ലീക്കേജ് ആവുന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിലാണല്ലോ, അപ്പോൾ പിന്നെ സ്പ്രെഡ് ആവില്ല ബാക്കി ബാഗേജിൽ. ആൻഡ് ഇതിലൊരു ഇങ്ങനെ ഹുക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട്. സോ നമുക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോലും ഇറ്റ് ഈസ് ഈസി ടു ക്യാരി. ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ ലഗേജിൻ്റെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്തു ആൻഡ് ഐ എം ഓൾ സെറ്റ് ടു ഗോ ടു ഇന്ത്യ. ഞാൻ ഔട്ട്ഫിറ്റ് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഐ എം ജസ്റ്റ് വെയറിങ് ജോഗേഴ്സ് ആൻഡ് എ സ്വെറ്റ് ഷർട്ട്. കാരണം ഫ്ലൈറ്റിനുള്ളിൽ നല്ല തണുപ്പുണ്ടാവും. ആൻഡ് ഞാൻ കുറച്ച് സ്പോട്ടിഫൈയിൽ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാണ്. എയർപോർട്ടിൽ 1 hour ഓഫ് വൈഫൈ ഈസ് ഫ്രീ, ബട്ട് സ്റ്റിൽ ഞാൻ ഇവിടുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോവാണ്. ആൻഡ് സിൻസ് ഒരു ലോങ് ഡ്രൈവ് ഉണ്ട് വീട്ടിൽ നിന്ന് എയർപോർട്ട് വരെ, ഒരു 30 minutes ഡ്രൈവ് ഉണ്ട് ആൻഡ് ഇറ്റ്സ് ലേറ്റ് നൈറ്റ്. സോ വിശാൽ കോഫി ഉണ്ടാക്കുകയാണ് ഫോർ ഹിം. ബസ് കിतना and I am going to miss this beautiful home. Till then, bye bye. I'll come back soon. Look how happy she is leaving me. And finally saying goodbye to Vishal. Vishal കുറച്ച് കഴിഞ്ഞിട്ടാണ് വരാൻ പോണത്. സോ ഹി ഡിഡ് നോട്ട് ഹാവ് ലോങ് ബ്രേക്ക്. സോ ഒരു ആഴ്ചത്തേക്ക് മാത്രമാണ് വിശാൽ വന്ന് പോയത്. സോ ഐ ആം ഗോയിങ് ഫോർ എ ലോങ്ങർ ബ്രേക്ക് ആൻഡ് ഫ്ലൈറ്റിൽ നിന്നിട്ടുള്ള സീനാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് സെറീൻ.
അങ്ങനെ നമ്മൾ ഛത്രപതി ശിവാജി മഹാരാജ് ഇൻ്റർനാഷണൽ മുംബൈ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ആൻഡ് പുറത്ത് നല്ല വെതർ ആൻഡ് ക്ലൈമറ്റ് ആയിരുന്നു, ഒരു നല്ല മഴയൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഓല ബുക്ക് ചെയ്യാണ്. ഇവിടെ ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ട്, ഇവിടെയാണ് ഊബർ ആൻഡ് ഓലയുടെ പിക്കപ്പ് വരുന്നത്. സോ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഈസി. ആൻഡ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, ദിസ് ഈസ് ദ സൗണ്ട് ഓഫ് മുംബൈ. ആൻഡ് ഞാൻ എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അമ്മോട് പറഞ്ഞിട്ടില്ല ദാറ്റ് ഐ ആം കമ്മിങ്, ഓൺലി അച്ഛന് മാത്രമേ അറിയാം. സോ അച്ഛൻ ഓൾറെഡി ഞാൻ താഴെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. സോ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് വാതിൽ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, സോ ദാറ്റ് ഐ ക്യാൻ സിംപ്ലി ഗോ ഇൻ സൈഡ് ആൻഡ് സർപ്രൈസ് മോം. സോ ഇതാണ് റിയാക്ഷൻ, കണ്ടോളൂ കേട്ടോ. ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ റിയാക്ഷൻ ഫ്രം മൈ മോം. ആക്ച്വലി ഇല്ലേ, അച്ഛൻ അമ്മോട് പറഞ്ഞത് വിരുന്നുകാർ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാലല്ലേ അമ്മ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടല്ല, ഗസ്റ്റുമാർക്ക് വേണ്ടിയിട്ട് അമ്മ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് എ സർപ്രൈസ്. ആൻഡ് ഞാൻ എൻ്റെ ലഞ്ച് എൻജോയ് ചെയ്യാണ്. യു എയിൽ നല്ല ചൂടുണ്ട്, അപ്പോൾ ഇവിടെ ഒരു പ്ലെസൻറ്റ് ചേഞ്ച് ഓഫ് വെതർ ആയിരുന്നു. നല്ല മഴ ഒക്കെ പെയ്തിട്ട് നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ്. അവിടെ ഇങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ എന്ത് രസമായിരുന്നു. എന്നിട്ട് അമ്മ വേഗം തന്നെ പോയിട്ട്, ഇതിപ്പോൾ ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ച് എവിടേക്കോ പോയിട്ട് തപ്പി പിടിച്ച് ചക്ക മേടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ ചക്ക എൻജോയ് ചെയ്തു. ഈ ഒരു ഏപ്രിലൊക്കെ പോവുകയാണെന്ന് വെച്ചാൽ നമുക്കിതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ഭാഗ്യത്തിന് ചക്ക കിട്ടി. ആൻഡ് ഇതാണ് യമ്മി യമ്മി ഷുഗർ കെയിൻ ജ്യൂസ്. ആൻഡ് ഇത് കപ്പിൾ ഓഫ് ഡേയ്സ് ലേറ്റർ നമ്മൾ ഒരു അമ്പലത്തിൽ പോവാണ്. 5 മണിക്കാണ് എണീറ്റിട്ടുള്ളത്, ബിക്കോസ് ദ ട്രെയിൻ ഈസ് ഏർലി ഇൻ ദ മോർണിംഗ്. ഈ 6:30 താനെ സ്റ്റേഷനിൽ നിന്നിട്ടുള്ളൊരു ട്രെയിൻ. സോ ഐ ആം ഗെറ്റിംഗ് റെഡി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. വളരെ പ്രിട്ടി ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഐ റിയലി ലൈക്ക് ഫ്ലോറൽ പ്രിൻറ്റ്സ് ആയിട്ടുള്ള ഡ്രസ്സസ്. സോ സിൻസ് അമ്പലത്തിലാണ് പോണത്, ഐ ഡിസൈഡഡ് ഐ വിൽ വെയർ എത്നിക് വെയർ. സോ ഞാൻ ഓൾറെഡി ഊബറിനെ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം രാവിലത്തെ സമയമാണ്. സോ ഐ ഡിഡ്ന്റ് വാണ്ട് ടു ടേക്ക് റിസ്ക്. സോ ഞാൻ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് 2 minutes വരും. മമ്മി ഓൾ സെറ്റ്? ഇത് വന്ദേ ഭാരതിൻ്റെ ഷിർഡി അമ്പലത്തിൽ പോകേണ്ട ഒരു ട്രെയിനാണ്. ഇത് നാസിക് വഴിയാണ് പോണത്. സോ താനെ കഴിഞ്ഞിട്ട് ഇനി ഡയറക്റ്റ് നാസിക്കാണ് സ്റ്റോപ്പ്. അത് കഴിഞ്ഞിട്ട് ഷിർഡി അമ്പലത്തിൻ്റെ അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റോപ്പ് ഓഫ് ദിസ് ട്രെയിൻ. വന്ദേ ഭാരതിൻ്റെ ട്രെയിൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. സോ ഇവിടെ 2 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഒരെണ്ണം ഐ തിങ്ക് പ്രീമിയം വെർഷൻ ഓഫ് എ സി ആണ്, വേറെ ഒരെണ്ണമുണ്ട് ദാറ്റ് ഈസ് നോർമൽ ഇക്കണോമി എ സി. സോ നമ്മൾ രണ്ടും ട്രൈ ചെയ്തു. ഇപ്പോൾ പോണ സമയത്ത് ഐ തിങ്ക് വി ആർ ഗോയിങ് ത്രൂ എ പ്രീമിയം എ സി ചെയർ കാർ. ആൻഡ് സീറ്റ്സ് എല്ലാം നല്ല കംഫർട്ടബിൾ ആയിരുന്നു, വലുതായിരുന്നു. ഫസ്റ്റ് അവർ ആദ്യം തന്നെ നമുക്ക് ഈ ചായോസിൻ്റെ മസാല ചായൻ്റെ സാഷേ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് മിൽക്ക്.
നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഓൺ ഗോയിങ് സെർവ് ചെയ്ത് തരും. അപ്പോൾ നമ്മളോട് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കെലോഗ്സ് വേണോ എന്നത്. സോ അമ്മ കെലോഗ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഷീ ഈസ് ഹാവിങ് ഇറ്റ്. പിന്നെ ബനാനാസ്, പിന്നെ ന്യൂസ് പേപ്പേഴ്സ്. സോ ഇറ്റ് വാസ് ഫൺ. എല്ലാം ഇങ്ങനെ 5 മണിക്കൂർ എങ്ങനെ പോയി എന്ന് മനസ്സിലായില്ല, ബിക്കോസ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. സോ ഐ റിമെമ്പർ ഞാൻ ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സ് ആണ് നമുക്ക് കാണാൻ പറ്റണത്. മഹാരാഷ്ട്ര എന്ന് പറയുന്നത് കുറേയധികം മൗണ്ടൻസ് ഉണ്ട്, ഇങ്ങനത്തെ ഗ്രീൻ ലാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുള്ളത്. സോ ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ആദ്യം തന്നെ നമുക്കൊരു സ്വീറ്റ് ഡെസേർട്ട് പോലെ ഉണ്ടായിരുന്നു, ചോക്കോ പൈ. ആൻഡ് ദെൻ കേർഡ് ഉണ്ടായിരുന്നു, ഉപ്മാവുണ്ട്, ടേപ്ല ഉണ്ട്, 3-4 ടേപ്ലാസ് ഉണ്ടായിരുന്നു, അച്ചാറുണ്ട്. പിന്നെ ആ ടേപ്ലയുടെ കൂടെ കഴിക്കാനായിട്ട് പൊട്ടാറ്റോ കറി ഉണ്ട്. പിന്നെ ഐ തിങ്ക് ദിസ് വാസ് കോക്കനട്ട് വാട്ടർ. ആൻഡ് ചിവടയും തന്നിട്ടുണ്ട്. ചിവട ഈസ് ബേസിക്കലി നമ്മുടെ മഹാരാഷ്ട്രയിലെ ആൾക്കാർ കുറേ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉപ്മാവിൻ്റെ മേളിലൊക്കെ ഇട്ട് കഴിക്കും. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ റീസൺ ദേ ഗേവ് us. പിന്നെ നല്ല ഫോഗി വെതർ ആയിരുന്നു ബിക്കോസ് ഇറ്റ് വാസ് റെയിനി സീസൺ. സോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സോ എൻജോയ്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ദിസ് amazing scenic view. ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ എല്ലാം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കൈ വെക്കുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഫോൾഡബിൾ ടേബിൾ ഉള്ളത് ടു ഈറ്റ് ആർ ലഞ്ച് ഓർ ബ്രേക്ക്ഫാസ്റ്റ്. സോ ഇറ്റ് വാസ് ഓവറോൾ എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഇൻ ടേംസ് ഓഫ് കംഫർട്ട്നെസ്. ആൻഡ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചായ നമുക്ക് ചോദിച്ച് വാങ്ങിച്ച് കുടിക്കാൻ വേണ്ടി ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ ഹോട്ട് വാട്ടർ ആൻഡ് ദിസ് സാഷേസ് ആണ്. സോ വി ക്യാൻ മിക്സ് ഇറ്റ് അപ്പ് ആൻഡ് വി ക്യാൻ ഹാവ് അവർ കോഫി ഓർ ടീ. സിൻസ് നമ്മളൊരു വീക്ക് ഡേ ആണ് പോയത്, അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നില്ല. പുറത്ത് നമുക്ക് റിക്ഷാസ് ഉണ്ട്, അതിൽ പോയിട്ട് നമുക്ക് കയറാൻ പറ്റും. സോ ഐ തിങ്ക് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ടു ഗോ ടു ഷിർഡി അമ്പലം. അമ്പലത്തിൻ്റെ ഉള്ളിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണും ഷൂവും നമ്മുടെ സേഫ്റ്റി ഡെപ്പോസിറ്റിൽ കൊടുക്കണം. സോ അതിനുള്ളിൽ ഞാനൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളിനിപ്പോൾ ആ ഒരു ഏരിയയിൽ തന്നെ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഒരു ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ. ആൻഡ് ദ ഫുഡ് വാസ് സോ അമേസിങ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു പ്രോപ്പർ ഉടുപ്പി മീൽ കഴിക്കുന്നത്. ആൻഡ് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം. ദിസ് ഈസ് ദഹിവട. ഇങ്ങനത്തെ ഒരു ദഹിവട ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കണത്. ജനറലി സ്വീറ്റ് ടൈപ്പ് ഓഫ് ദഹിവടയല്ല ഇത്. സ്വീറ്റും ഉണ്ടായിരുന്നു, യെറ്റ് സ്പൈസിനെസ്സും ഉണ്ടായിരുന്നു കേട്ടോ. സോ നല്ല ഒരു ടേസ്റ്റി ആയിരുന്നു. ആ ഒരു ടെമ്പറിങ്ങിൻ്റെ ഫ്ലേവർ നല്ല രസമുണ്ടായിരുന്നു. സോ എനിക്കും അമ്മയ്ക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. സോ വി ഓർഡേർഡ് എ സെക്കൻഡ് റൗണ്ട്. സോ നിങ്ങൾ സായിബാബ ഷിർഡി അമ്പലത്തിൽ വരുന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യുക. ഉടുപ്പി എക്സ്പ്രസ് എന്നാണ് പേര്. ഇറ്റ്സ് എ പ്രോപ്പർ ഉടുപ്പി പ്ലേസ്. അങ്ങനെ വളരെ ടയേർഡായിരുന്നു. സായിനഗർ ഷിർഡി അമ്പലം വിസിറ്റ് ചെയ്തു. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ട്രെയിൻ വരാനായിട്ട് ഇനിയും കുറച്ച് സമയം ഉണ്ടായിരുന്നു. സോ ഇവിടെ ഇങ്ങനെ വെയിറ്റിംഗ് റൂം ഉണ്ട്. AC ആണ് വെയിറ്റിംഗ് റൂം. സോ ദാറ്റ് വാസ് എ വെരി ഗ്രേറ്റ്ഫുൾ തിങ്. നമ്മൾ കുറച്ച് നേരം ഉറങ്ങി വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ട്രെയിൻ ഇവിടെ വന്നിട്ട് കിടക്കുന്നുണ്ട്. സോ നൗ വി ആർ ഗോയിങ് ടു ഗോ ടു ദ ട്രെയിൻ. വി ആർ റിയലി ടയേർഡ്. ഞാൻ അധികം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇത് ഡിന്നറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഡിന്നറിന് റൈസ്, ദാലുണ്ടായിരുന്നു, പനീറിൻ്റെ നല്ല ക്രീമി പനീർ കറി ആയിരുന്നു, പിന്നെ ചപ്പാത്തി ആൻഡ് ദഹി ഉണ്ടായിരുന്നു കൂടെ. പിന്നെ ലാസ്റ്റ്ലി നമുക്ക് ഒരു ചെറിയ ഐസ്ക്രീമിൻ്റെ ഡബ്ബയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു കപ്പ് ഐസ്ക്രീം. സോ ഓവറോൾ ദിസ് ജേർണി വാസ് ടു ഗുഡ് ആൻഡ് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ യെസ്, ഇറ്റ് വാസ് എ ലിറ്റിൽ ടയറിങ്. സോ ഐ ജസ്റ്റ് സ്ലെപ്റ്റ് ഓഫ് throughout this journey. Thank you so much for watching and being with me. See you in another vlog. Bye bye.